ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നാട്ടിലെ വെബ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കൊറോണ കേസുകൾ വീണ്ടും കൂടുകയാണ്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ എന്തായാലും എനിക്ക് തോന്നുന്നു കുറച്ച് കാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളുടെ പുറത്തേക്ക് വല്ലതും ഇറങ്ങണമെങ്കിൽ വല്ല ആവശ്യങ്ങൾക്കും പോകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന പോലീസിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റ് പാസ് വഴിയായിരുന്നു. ഇപ്പോൾ നമ്മളുടെ അത് കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പോലീസിൻ്റെ തന്നെ പോൾ-ആപ്പ് എന്ന ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് ഇ-പാസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യാൻ പോകേണ്ടത്, ആദ്യം പോൾ-ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. വെറും 17 MB മാത്രമേ ഇതിന് സൈസുള്ളൂ. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ആപ്ലിക്കേഷൻ തുറന്നു നോക്കാം. ഇതിൽ കാണുന്നത് പോലെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കാണുക. നമ്മളുടെ കേരള പോലീസിൻ്റെ ചിഹ്നം വരും. അപ്പോൾ തുടർന്ന് വന്ന വിൻഡോയിൽ നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നടിക്കുക. ഉടൻ തന്നെ ഒരു OTP, ഒരു വൺ ടൈം പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയി വരുന്നതാണ്. ഈ ഒരു വൺ ടൈം പാസ്വേഡ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എൻ്റെ വൺ ടൈം പാസ്വേഡ് ഇപ്പോൾ മെസ്സേജായി വന്നു. അത് നമ്മൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോൾ-ആപ്പിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നതാണ്. നമ്മളുടെ നമ്പർ അതിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ നമ്മളുടെ നമ്പർ ബ്ലഡ് ഡൊണേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നാണ്. തൽക്കാലത്തേക്ക് നമുക്കിത് സ്കിപ്പ് അടിക്കാം. മുകളിലുള്ള ഇൻഡു ബട്ടൺ അമർത്തി കഴിഞ്ഞ് നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളുടെ പോൾ-ആപ്പിൻ്റെ മെയിൻ വിൻഡോ തുറന്നു വരുന്നതാണ്. അവിടെ നമുക്ക് ധാരാളം ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ നമുക്കവിടെ കഴിഞ്ഞാൽ കാണാം പോൾ പാസ്, അതേപോലെ ബ്ലഡ് ഡൊണേഷൻ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷനുകളെല്ലാം അവിടെ തന്നെ കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് അതുപോലെ SOS, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താൽ നമുക്ക് എമർജൻസി ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപകടത്തിലാണെങ്കിൽ ഈ SOSൽ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ എമർജൻസി സിഗ്നൽ അടുത്തുള്ള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോവുകയും അവിടെ നിന്ന് സഹായം ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈലിലെല്ലാം നേക്കാം. ഇപ്പോൾ നേരത്തെ കണ്ട ഈ പാസ്, അതായത് പോൾ പാസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ തുറന്നു വരും. ഈ വിൻഡോയിൽ നമുക്ക് നേരത്തെ നമ്മൾ ഈ പാസിൽ വെബ്സൈറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മളുടെ പേര്, അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ അഡ്രസ്, മൊബൈൽ നമ്പർ, അതേപോലെ ഏത് ID കാർഡാണ് യൂസ് ചെയ്യുന്ന ID കാർഡ് നമ്പർ, അതേപോലെ നമ്മളുടെ റെസിഡൻസ് പോലീസ് സ്റ്റേഷൻ, അതായത് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ മലപ്പുറം എന്ന് സെലക്ട് ചെയ്യുന്നു. അതിന് താഴെ നമുക്ക് എന്നാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്, അതേപോലെ എന്നാണ് റിട്ടേൺ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഡീറ്റെയിൽസും, അതേപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിളിൻ്റെ നമ്പറും, അതേപോലെ ഏത് വെഹിക്കിൾ ടൈപ്പാണ് എന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്കിവിടെ എളുപ്പത്തിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ നമുക്കിവിടെ ഉണ്ടാവില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ കൊടുക്കാൻ പറ്റുന്ന, അതേപോലെ നമ്മുടെ ഒപ്പം വരുന്നവരുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, അപ്പോൾ അതായത് ഇപ്പോൾ നമുക്കൊരു എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ താഴെയുള്ള അപ്ലോഡ് സപ്പോർട്ടിംഗ് ഫയൽ എന്നതിൽ വഴി നമുക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസിനാണ് പോകുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ്ങായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ കാണിക്കുന്ന അവിടെ നമുക്ക് റീസൺ എഴുതിയതിന് ശേഷം അപ്ലോഡ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ മൊബൈലിലെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ പോകുന്നതാണ്. അവിടെ നിന്ന് നമുക്ക് സപ്പോർട്ടിംഗ് ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ ഇതേപോലെ നിങ്ങളുടെ ഇൻറ്റർണൽ സ്റ്റോറേജിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതും ഏതാണോ ഡോക്യുമെൻ്റ് വേണ്ടത് അത് PDF രൂപത്തിലോ ഫോട്ടോ രൂപത്തിലോ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ സെക്യൂരിറ്റി ഒരു മാത്തമാറ്റിക്കലി ഇത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് അമർത്തുക. അപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് സബ്മിറ്റ് ആവുന്നതും ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് SMS വഴി അപ്രൂവൽ ലഭിക്കുന്നതുമാണ്. ഇനി നമ്മൾ കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടി അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ മൈ പോൾ പാസ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ അടുത്തു തന്നെയുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കൊടുത്തിരിക്കുന്ന പോൾ പാസുകളുടെ റിക്വസ്റ്റ് പെൻഡിങ്ങുകളെല്ലാം അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വളരെ ഈസിയായി നമുക്ക് ഈ പാസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് ഈ പാസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്യുക, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും.